നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് കോൾ വരുന്ന സമയത്തും ഫോണിൻ്റെ സ്ക്രീനിൽ ഇതുപോലെ പ്ലസ് ബട്ടണോ മറ്റു ചില ഫോണുകളിൽ ഇതുപോലെ 3 ഡോട്ട്സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഈ പ്ലസ് ബട്ടൺ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം അതിൽ ആഡ് കോള് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താലും അതുപോലെ തന്നെ ആഡ് കോള് എന്ന് പറയുന്ന ഓപ്ഷനാണ് ലഭിക്കുന്നത്. അപ്പോൾ എന്താണ് ആഡ് കോള്, ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് പറഞ്ഞു തരാം. ഈ ഒരു ഓപ്ഷനെ കുറിച്ചിട്ട് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. നമ്മൾ സാധാരണയായിട്ട് 2 പേര് പരസ്പരം കോൾ ചെയ്ത് സംസാരിക്കാറില്ലേ? ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് മൂന്നാമത്തൊരു സുഹൃത്തിനെ കൂടി ആ ഫോൺ കോളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അയാൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അയാളെ കൂടി നിങ്ങളുടെ കോളിലേക്ക് മെർജ് ചെയ്ത് 3 പേർക്കും ഒരുമിച്ച് കോൺഫറൻസ് കോളിലൂടെ സംസാരിക്കാൻ സഹായിക്കുന്ന ഓപ്ഷനാണ് ഈ ആഡ് കോള്. ഇത് വെറും 3 പേർക്ക് മാത്രം സംസാരിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനല്ല. നിങ്ങൾ എയർടെൽ, VI, BSNL ഉപഭോക്താവാണെങ്കിൽ നിങ്ങളടക്കം 5 പേരെ വരെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കോളിൽ കൊണ്ടുവന്ന് മെർജ് ചെയ്ത് കോൺഫറൻസ് കോളിലൂടെ സംസാരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങളൊരു ജിയോ യൂസർ ആണെങ്കിൽ നിങ്ങളടക്കം 6 പേരെ നിങ്ങൾക്ക് ഇതുപോലെ കോൺഫറൻസ് കോൾ ചെയ്ത് ഒരുമിച്ച് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വളരെ ലളിതമായിട്ട് വീഡിയോയിൽ പറഞ്ഞു തരാം. സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് 2 മൊബൈൽ ഫോണുകൾ കാണാം. രണ്ടും വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെ മൊബൈൽ ഫോണാണെന്ന് കരുതുക. ഞാനൊരു ഫോണിൽ നിന്ന് മറ്റേ ഫോണിലേക്ക് കോൾ ചെയ്യുകയാണ്, മറ്റേ ഫോണിൽ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ 2 ഫോണും സാധാരണ കണക്റ്റ് ആകുന്നത് പോലെ കണക്റ്റ് ആയിട്ടുണ്ട്. 2 പേർക്കും പരസ്പരം സംസാരിക്കാനും പറ്റും. ഇനി ഈ കോളിലേക്ക് മൂന്നാമത് ഒരാളെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ ഫോണിലിരിക്കുന്ന കോൾ ഡയലർ ആപ്ലിക്കേഷൻ മാറുന്നതിനനുസരിച്ച് ഓപ്ഷനിൽ ചെറിയ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ ഫോണിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ആഡ് കോളിൻ്റെ പ്ലസ് ബട്ടൺ ഉണ്ട്. പക്ഷേ ഈ ഫോണിൽ ഇവിടെ വലതു ഭാഗത്ത് താഴെയായിട്ടുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താലാണ് ആഡ് കോൾ ഓപ്ഷനിലേക്ക് വരുന്നത്. ഇങ്ങനെ ചെറിയ ഓപ്ഷനിൽ വ്യത്യാസം ഉണ്ടാകുമെന്നേ ഉള്ളൂ. ഇനി ഈ ആഡ് കോളിൻ്റെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കോൺടാക്റ്റ് ഓപ്പൺ ആകും. കോൺടാക്റ്റിൽ നിന്ന് ആരെയാണ് കോൾ ചെയ്യേണ്ടത് അയാളുടെ നമ്പർ തിരഞ്ഞെടുത്തിട്ട് കോൾ ചെയ്യുന്ന സമയത്താണ് ചെറിയ വ്യത്യാസമുള്ളത്. നമ്മൾ നിലവിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ആദ്യത്തെ ആളുണ്ടല്ലോ, അയാളുടെ ഫോണിൽ നിങ്ങളുടെ കോൾ ഹോൾഡിൽ വെച്ചിരിക്കുകയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ മുൻകൂട്ടി പറയണം, നമ്മൾ മറ്റൊരാളെ കൂടി വിളിക്കുകയാണ്, ഹോൾഡിൽ വെച്ചിരിക്കുകയാണ് ണെന്ന് കേട്ടാൽ ഫോൺ കട്ട് ചെയ്യരുത്, കാത്തിരിക്കുക. മറ്റേ ആൾ കോൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി മെർജ് ചെയ്ത് ഒരുമിച്ച് സംസാരിക്കാമെന്ന്. ഓക്കെ, ഫൈസൽക്ക് ഇപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഫൈസൽക്ക, ഞാനിപ്പോൾ കോൾ കോൺഫറൻസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായിട്ട് നിങ്ങളെ വിളിച്ചതാണ്. ഒന്ന് ലൈനിൽ നിൽക്കണം കേട്ടോ. മൂന്നാമത്തെ ആൾ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ മെർജ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി 3 കോളുകളും പരസ്പരം കണക്റ്റ് ആവും. നിങ്ങൾ 3 പേർക്കും ഒരുമിച്ച് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി കോൾ ഡയലർ മാറുമ്പോൾ ഇതുപോലെ 3 ഡോട്ട്സിലൊന്നും മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെ പ്ലസ് ബട്ടൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് മെർജ് ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അങ്ങനെ ഫോൺ മോഡൽ മാറുന്നതിനനുസരിച്ച് ഈ മെർജ് ഓപ്ഷൻ കാണിക്കുന്ന സ്ഥലം ചെറുതായിട്ട് മാറുമെന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് പുതിയൊരാളെ ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ, 4ാമത്തെ ആളെ ആഡ് ചെയ്യണമെങ്കിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, വീണ്ടും ആഡ് കോളിൽ ക്ലിക്ക് ചെയ്ത് അയാളെ മെർജ് ചെയ്താൽ മതി. ഇനി മറ്റേ ഫോണാണെങ്കിൽ നിങ്ങൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരാളെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കോൺഫറൻസ് കോളിലൂടെ കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.